CPM ജില്ലാ സെക്രട്ടറിയും കുടുംബവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്ക് എല്ലാ സംരക്ഷണവുമാണ് കഴിഞ്ഞ 3 വർഷമായി ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാ വകുപ്പുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. ഇവരുടെ ഒരു വണ്ടി പോലും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തില്ല. പാവപ്പെട്ടവൻ വീട് വയ്ക്കാൻ 5 സെന്റിലെ മണ്ണ് മാറ്റിയാൽ വണ്ടി പിടിക്കുന്ന അവസ്ഥയാണ് എന്നും അനധികൃത പാറഖനനത്തിനെതിരെ ജില്ലാ കളക്ടർ തുടങ്ങി വെച്ച നടപടി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് ലോഡ് ഓരോ ദിവസവും പോയിട്ടും ഒരു വണ്ടിയും ഒരു സംവിധാനവും കസ്റ്റഡി എടുത്തിട്ടില്ല. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ജിയോളജി വകുപ്പ് കസ്റ്റഡി എടുത്തിട്ടില്ല, റവന്യൂക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡി എടുത്തിട്ടില്ല. നേരെ മറിച്ച് പാവപ്പെട്ട ഒരുത്തന് 5 സെന്റില് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ 4 ലോഡ് മണ്ണ് മാറ്റിയാൽ അവന്റെ വണ്ടിയും പിടിക്കും, അവിടെ വരുന്ന JCBയും പിടിക്കും, പൊട്ടിക്കുന്ന ഇതും പിടിക്കും. ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. പക്ഷെ CPM ജില്ലാ സെക്രട്ടറിയും കുടുംബവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളയ്ക്ക് എല്ലാ സംരക്ഷണവുമാണ് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാ വകുപ്പുകളുടെയും ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്തായാലും പുതിയ ജില്ലാ കളക്ടർ തുടങ്ങി വെച്ചിട്ടുള്ള നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുടെ പേരിലേക്ക് വേണം ഇതിന്റെ റോയൽറ്റി എന്ന് പറയുന്നത് അടപ്പിക്കേണ്ടത്. ഈ കൊണ്ടുപോയ ആളുകളുടെ പേരിൽ അതിന്റെ ഫൈൻ അടപ്പിക്കണം എന്ന് പറഞ്ഞാൽ CPM ജില്ലാ സെക്രട്ടറിയും കുടുംബാംഗങ്ങളും വേണം ഈ പണം അടയ്ക്കാൻ. രണ്ട് പാവപ്പെട്ട നാട്ടുകാരെ കൊണ്ട് അടപ്പിക്കരുത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനൊരു പരിഹാരവും ഗവൺമെന്റ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ഈ മേഖലയിലെല്ലാം ഹൈറേഞ്ച് മേഖലയിലെല്ലാം സർക്കാർ ഭൂമിയിൽ ഇഷ്ടം പോലെ പാറയിരിപ്പുണ്ട്. സർക്കാർ തരിശിൽ പാറയിരിപ്പുണ്ട്. എന്തായാലും എല്ലാ പട്ടയത്തിന് പൊട്ടിക്കാൻ പാടില്ല എന്ന് ഈ ഗവൺമെന്റ് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. അതവിടെ നിന്നോട്ടെ. അപ്പൊ ഈ സർക്കാർ തരിശില് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ ഒന്നെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഗവൺമെന്റ് സംവിധാനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പാറ പൊട്ടിച്ച് ആവശ്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് കൊടുക്കാൻ തയ്യാറാകണം.